ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഫോർട്ട് കൊച്ചി സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലെ എലനറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എലനർ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സാഹിത്യ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ? ആദ്യമായിട്ടായിരുന്നു, കുഴപ്പമില്ല, ഈസി ആയിരുന്നു ഭയങ്കര. ഇതിനു മുമ്പ് സ്റ്റോറി റൈറ്റിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ടോ? സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായി, ഇതാ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയത്? ബുക്സ് കുറെ വായിക്കുമായിരുന്നു, മമ്മി ബുക്സ് വാങ്ങിത്തരും, വായിച്ച്. എങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് ഇഷ്ടം? ഫാന്റസി, ഹാരി പോട്ടർ, പേഴ്സി ജാക്സൺ, പിന്നെ ത്രില്ലറും ക്രൈം സ്റ്റോറിയൊക്കെ വായിക്കും, അഗത ക്രിസ്റ്റിയുടെ. ഇംഗ്ലീഷ് മാത്രമാണോ അല്ല എങ്കിൽ മറ്റ് ലാംഗ്വേജ് ഒക്കെ സ്റ്റോറി റൈറ്റിങ്ങിന്? ഇല്ല, ഇംഗ്ലീഷ് മാത്രം. ഇംഗ്ലീഷ് മാത്രം. വേറെ ആരെല്ലാം ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്? മമ്മി, ഡാഡി, സിസ്റ്റർ, ഫ്രണ്ട്സ്, എല്ലാവരും. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായി, ക്ലാസ് ടീച്ചർമാരും, ഫുൾ സ്കൂൾ സപ്പോർട്ട്. ഹാപ്പി ആയില്ലേ? ഇനിയപ്പോ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത് കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കട്ടെ, വലിയൊരു കഥാകൃത്തായിട്ട് മാറട്ടെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. മണ്ണിൽ വിഷം കലർത്തി ഏതോ വരത്തൻ മണ്ണിലിട്ട വിഷക്കായി വളരുന്നുണ്ടേ. അവശകുലത്തിനെ പിടികടത്തിയാലേ ഈ ദേശത്തെ മണ്ണിന് മോക്ഷമുള്ളൂ. ആ വിഷക്കായന്റെ പൊന്നുമോളോ വിട്ടുതരില്ലെന്റെ കുഞ്ഞിനെ ഞാൻ. കർമ്മങ്ങളൊക്കെയും ഈ കൈ കൊണ്ടോ ആചാരത്തിൽ അതും ആരെഴുതി. വിഷനീലം നെയ്യാകെ തേച്ചു പിടിപ്പിച്ച് കുങ്കുമച്ചാറാൽ ചുണ്ടു ചുവപ്പിച്ച് കുരുവിക്കൊരുക്കുമ്പോൾ പൊന്നുമോൾ കൊഞ്ചുന്നു. കണ്ണനാക്കുന്നേ എന്നെ എന്റെ അമ്മ ഉണ്ണി, കണ്ണനാക്കുന്നേ എന്നെ എന്റെ അമ്മ. വാഴപ്പോളയാൽ ചങ്ങാടം കെട്ടിയ കണ്ണീരാകുന്ന വിളക്കു വെച്ചു. നെഞ്ചിലെ ചൂടിനാൽ അമ്മ കൊളുത്തിയ പന്തം നെറുകയിൽ കുത്തിവെച്ചു. അവളെ വായാടി പുഴയിലെ കൊഴുക്കി വിട്ട് അവളോ നാടകമാണെന്ന പോലെ കണ്ണെഴുതി പൊട്ടു തൊടി തുടി. കണ്ണനാക്കാമെന്റെ കൺമണിയേ, കണ്ണനാക്കാമെന്റെ കൺമണിയേ, കണ്ണനാക്കാമെന്റെ കൺമണിയേ, ഉണ്ണി കണ്ണനാക്കാമെന്റെ കൺമണിയേ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ പള്ളുരുത്തി SDPY ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. നമസ്കാരം. എന്താണ് നാടകത്തിന് അടിച്ചു പൊളിച്ച് സമ്മാനം വാങ്ങിച്ചെന്ന് പറഞ്ഞു, എന്ത് പറയുന്നു? ഫസ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷം. എങ്ങനെയാണ്, ആരാണ് ഇതിനുള്ള പ്രാക്ടീസ് എല്ലാം തന്നത്? പ്രാക്ടീസ് ഞങ്ങൾ തന്നെയായിരുന്നു, എല്ലാം സ്കൂളിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങൾക്ക്. അപ്പോ ഇതിന്റെ മാറ്റർ എല്ലാം ആരാണ് തയ്യാറാക്കിയത്? ഇതിന്റെ രചന സംവിധാനം ഞാനാണ് തയ്യാറാക്കിയത്. അടിപൊളി. എന്താ മോളുടെ പേരെന്താണ്? ആര്യ. ഇതിനു മുമ്പ് നാടകമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അതെ. എന്തായിരുന്നു തീം? എന്തായിരുന്നു ഈ കൊല്ലം? വയനാടായിരുന്നു. എങ്ങനെയുണ്ടായി ആര്യ എഴുതിയ തീമുമായിട്ട് നിങ്ങൾ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ? നല്ലതായിരുന്നു, നല്ലൊരു തിരക്കഥ തന്നെയായിരുന്നു. നല്ല തിരക്കഥയായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചെന്ന്? അതെ, അഭിനയിച്ചു. ഇനിയിപ്പോ ജില്ലാതലത്തിലേക്ക് പോകുമ്പോൾ എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഓരോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ എല്ലാം നികത്തി മുന്നോട്ട് പോകും. അപ്പൊ ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ജില്ലയിൽ പോയിട്ട് നിങ്ങൾ ജില്ലയിലും ഒന്നാം സമ്മാനം തന്നെ കരസ്ഥമാക്കി വരട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകളും മെട്രോ 7 ന്യൂസിന് വേണ്ടി തരികയാണ്.
മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വൃന്ദവാദ്യത്തിൽ ഒന്നാം സമ്മാനം നേടിക്കൊണ്ട് ഫോർട്ട് കൊച്ചി സെൻറ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മെട്രോ 7 ന്യൂസിനോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരം ഇന്നത്തേത്? നല്ലതായിരുന്നു, ഈസി ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു, ടെൻഷൻ ഒന്നും ഉണ്ടായില്ല അത്രക്ക്. എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഉപയോഗിച്ച വാദ്യ ഉപകരണങ്ങൾ? എന്തൊക്കെയായിരുന്നു ഇതിനു വേണ്ടി? കീബോർഡ്, 2 കീബോർഡ്, ഡ്രംസ്, ടാമ്പർ. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് പേരെന്താണ്? അങ്കിത, മരിയ, നതാനിയ, എലനർ, ജുവാന, കിയാറ, ബ്രൈന. ടീച്ചറിന്റെ പേരെന്താണ്? മിസ് ഗ്രറ്റൽ, സിസ്റ്റർ ലീമ, സിസ്റ്റർ ഗ്ലാഡിസ്. സ്കൂളിന് ഈ ഒരു വൃന്ദവാദ്യത്തിലെ സമ്മാനം നേടുമ്പോൾ ഒരു പ്രധാന അധ്യാപിക എന്നുള്ള നിലയിൽ സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കുട്ടികൾ ഒത്തിരി പ്രയത്നിച്ചു, അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ നല്ലൊരു വിജയം നേടാനായിട്ട് അവർക്ക് സാധിച്ചത്. പിന്നെ ദൈവാനുഗ്രഹവും. നിങ്ങൾ ഇത് ആരാണിത് പരിശീലിപ്പിച്ചത്? ആരാണ്? റെൻസാർ എത്ര നാളായി നിങ്ങളെ പരിശീലിപ്പിക്കാൻ? 2 വർഷം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോ ഹാപ്പിയായി. ഇനിയിപ്പോ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവിടെ തകർത്തു വരും നിങ്ങള്. ഓക്കെ. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ വയലിൻ വെസ്റ്റേണിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഫോർട്ട് കൊച്ചി ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ കിയാരയാണ് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുന്നത്. കിയാര, എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? കൊള്ളായിരുന്നു. ഹാപ്പിയായോ?
എത്ര നാളായി ഇപ്പൊ ഈ വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 വർഷം. 6 വർഷമായി. ആരാണിത് പ്രാക്ടീസ് എല്ലാം തരുന്നത്? ചാക്കോ മാഷ്. ചാക്കോ മാഷാണ്. എങ്ങനെയുണ്ട് മാഷിന്റെ ഒപ്പം ഇത് പഠിക്കാനെല്ലാം തുടങ്ങിയിട്ട്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാരും സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാരും തന്നെ. എല്ലാരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഒന്ന് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ വായിച്ച ഒരു സോളോ ഒന്ന് വായിക്കാനായിട്ട് പറ്റുമോ? ഓക്കെ.